ഹായ് ഓൾ, വെൽക്കം ടു PSC മെമ്മറൈസ്. 2024 നവംബർ 9 തൊഴിൽ വാർത്തയിൽ വന്ന കറണ്ട് അഫയേഴ്സും അതിൻ്റെ വിശദാംശങ്ങളുമാണ് ഈ വീഡിയോയിൽ പറയുന്നത്. 2024 പുറത്തിറങ്ങിയ ഹിന്ദി സിനിമയായ സന്തോഷ് അടുത്തിടെ വാർത്താ പ്രാധാന്യം നേടിയതെങ്ങനെ? ഉത്തരം 2025 ഓസ്കാർ പുരസ്കാരത്തിനുള്ള ബ്രിട്ടന്റെ ഔദ്യോഗിക എൻട്രിയായതിലൂടെ. ഓസ്കാറിനുള്ള ഇന്ത്യയുടെ ഔദ്യോഗിക എൻട്രിയായി ലാപത്ത ലേഡീസ് തിരഞ്ഞെടുക്കപ്പെട്ടിരുന്നു. തൊട്ടു പിന്നാലെയാണ് മറ്റൊരു ഹിന്ദി ചിത്രത്തിന് വേറൊരു രാജ്യത്തുനിന്ന് ഈ ബഹുമതി ലഭിച്ചത്. സായുധ സേനകളുടെ മെഡിക്കൽ സർവീസസ് ഡയറക്ടറായി ചുമതലയേറ്റ ആദ്യ വനിത. ഉത്തരം സർജൻ വൈസ് അഡ്മിറൽ ആരതി സരൻ. ആംഡ് ഫോഴ്സ് മെഡിക്കൽ സർവീസസിന്റെ 46ാം DGയാണ്. ഇന്ത്യയിൽ 2024 വന്യജീവി വാരാഘോഷം ആഘോഷിച്ചത് എന്നാണ്? ഉത്തരം ഒക്ടോബർ 2 മുതൽ 8 വരെ. ഓസ്കാർ പുരസ്കാര ജേതാവായ ഏത് അമേരിക്കൻ നടിക്കാണ് ഫ്രാൻസിന്റെ ദേശീയ ചലച്ചിത്ര ബഹുമതിയായ സീസർ പുരസ്കാരം ലഭിച്ചത്? ഉത്തരം ജൂലിയ റോബർട്സ്. ജൂലിയയ്ക്ക് 2001 എറിൻ ബ്രോക്കോവിച്ച് എന്ന സിനിമയിലെ അഭിനയത്തിനാണ് ഓസ്കാർ ലഭിച്ചത്. ഏതെല്ലാം ആദിവാസി നൃത്തരൂപങ്ങളാണ് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന്റെ മത്സര ഇനങ്ങളായി ഉൾപ്പെടുത്തിയത്? ഉത്തരം മാവലരുടെയും മലവേട്ടവരുടെയും മംഗലം കളി, പണിയ നൃത്തം, ഇരുള നൃത്തം, പള്ളിയ നൃത്തം, മലയ പുല്ലയരുടെ ആട്ടം. പാലക്കാട് അകത്തെ തറയിലെ ശബരി ആശ്രമത്തിന്റെ ഒരു വർഷം നീണ്ടുനിന്ന ശതാബ്ദി ആഘോഷങ്ങൾ 2024 ഒക്ടോബർ 1 സമാപിച്ചു. ശബരി ആശ്രമത്തിന്റെ സ്ഥാപകനാര്? ഉത്തരം TR കൃഷ്ണസ്വാമി അയ്യർ. വിദ്യാഭ്യാസം നിഷേധിക്കപ്പെട്ട അധസ്ഥിത വിദ്യാർത്ഥികൾക്ക് താമസിച്ച് പഠനം നടത്താനുള്ള വിദ്യാലയം എന്ന നിലയിൽ 1923 ഗാന്ധിജയന്തി ദിനത്തിലാണ് ശബരി ആശ്രമം ആരംഭിച്ചത്. കേരളത്തിന്റെ സബർമതി എന്ന ഇത് വിശേഷിപ്പിക്കപ്പെടുന്നു. ഗുസ്തിയിൽ ഒളിമ്പിക് മെഡൽ നേടിയ ആദ്യ ഇന്ത്യൻ വനിതാ താരമായ സാക്ഷി മാലിക്കിന്റെ ആത്മകഥ പുറത്തിറങ്ങി. പേര്? ഉത്തരം വിറ്റ്നസ്. ഗ്രഹപദവിയിൽ നിന്ന് പുറത്താക്കപ്പെട്ട പ്ലൂട്ടോയെ ചുറ്റുന്ന ഷാരോണിൽ ഏതെല്ലാം രാസവസ്തുക്കളുടെ സാന്നിധ്യമാണ് അടുത്തിടെ കണ്ടെത്തിയത്? ഉത്തരം കാർബൺ ഡയോക്സൈഡ്, ഹൈഡ്രജൻ പെറോക്സൈഡ്. നാസയുടെ ജെയിംസ് വെബ് ബഹിരാകാശ ദൂരദർശിനിയാണ് ഷാരോണിന്റെ തണുത്തുറഞ്ഞ പ്രതലത്തിൽ ഇവ കണ്ടെത്തിയത്. 1978 ജെയിംസ് ക്രിസ്റ്റി, റോബർട്ട് ഹാരിങ്ടൺ എന്നീ ജ്യോതിശാസ്ത്രജ്ഞരാണ് ഷാരോൺ കണ്ടെത്തിയത്. UN സെക്രട്ടറി ജനറൽ ആന്റോണിയോ ഗുട്രസിന് പ്രവേശന വിലക്ക് ഏർപ്പെടുത്തിയ രാജ്യം? ഉത്തരം ഇസ്രയേൽ. ഇസ്രയേലിനു നേരെ വ്യോമാക്രമണം നടത്തിയ ഇറാനെ അപലപിക്കുന്നതിനുൾപ്പെടെയുള്ള ഗുട്രസിന്റെ വിമുഖതയെ തുടർന്നാണ് വിലക്ക്. സൂര്യന്റെ അയൽപ്പക്കത്തുള്ള ബെർനാഡ് സ്റ്റാർ എന്ന നക്ഷത്രത്തെ ചുറ്റുന്ന കുഞ്ഞൻ ഗ്രഹത്തെ കണ്ടെത്തി. പേര്? ഉത്തരം ബെർനാഡ് ബി. ചിലിയൻ മരുഭൂമിയിലുള്ള ഭീമൻ ദൂരദർശിനിയാണ് കണ്ടെത്തിയത്. ഏത് ഇന്ത്യൻ ചലച്ചിത്ര സംവിധായികയാണ് ടൈം മാഗസിന്റെ ടൈം 100 നെക്സ്റ്റ് 2024 പട്ടികയിൽ ഇടം പിടിച്ചത്? ഉത്തരം പായൽ കപ്പാഡിയ. വിവിധ മേഖലകളിൽ നിന്ന് ലോകത്ത് സ്വാധീനമുള്ള വ്യക്തികളുടെ പട്ടികയാണിത്. പായലിന്റെ ഓൾ വി ഇമാജിൻ ആസ് ലൈറ്റ് എന്ന ചിത്രം കാൻ അന്താരാഷ്ട്ര ചലച്ചിത്രോത്സവത്തിൽ ഗ്രാൻഡ് പ്രിക്സ് പുരസ്കാരം നേടിയതിന് പിന്നാലെയാണ് ഈ നേട്ടം. 2024 ഗാന്ധി ജയന്തി ദിനത്തിൽ US എവിടെയാണ് മഹാത്മജിയുടെ അർദ്ധകായ പ്രതിമ അനാവരണം ചെയ്തത്? ഉത്തരം സിയാറ്റിൽ, വാഷിംഗ്ടൺ. പ്രശസ്തമായ സ്പേസ് നീഡിൽ ഗോപുരത്തിനു താഴെ ചിഹുലി ഗാർഡനും ഗ്ലാസ് മ്യൂസിയത്തിനും സമീപമായാണ് പ്രതിമയുടെ സ്ഥാനം. എത്ര ഭാഷകൾക്കാണ് അടുത്തിടെ കേന്ദ്രമന്ത്രിസഭ ശ്രേഷ്ഠഭാഷാ പദവി അനുവദിച്ചത്? ഉത്തരം 5. മറാഠി, ബംഗാളി, അസമീസ്,
പാലി, പ്രാകൃത് എന്നിവയാണ് പുതിയ ശ്രേഷ്ഠ ഭാഷകൾ. ഇതോടെ ക്ലാസിക്കൽ പദവിയുള്ള ഇന്ത്യൻ ഭാഷകൾ 11ആയി. മലയാളം, തമിഴ്, സംസ്കൃതം, തെലുങ്ക്, കന്നഡ, ഒഡിയ എന്നിവയാണ് നേരത്തെ ക്ലാസിക്കൽ പദവി സ്വന്തമാക്കിയത്. 2004-ൽ തമിഴിനാണ് ആദ്യമായി ശ്രേഷ്ഠഭാഷാ പദവി ലഭിച്ചത്. മലയാളത്തിന് 2013-ലും ഒഡീഷയ്ക്ക് 2014-ലും ഈ പദവി ലഭിച്ചു. 2024-ലെ ലോക മൃഗദിനം എന്നാണ്? ഉത്തരം ഒക്ടോബർ 4. മൃഗങ്ങളുടെ രക്ഷാധികാരിയായി കരുതപ്പെടുന്ന ഫ്രാൻസിസ് അസീസിയുടെ ഓർമ്മ ദിനമാണ് ഒക്ടോബർ 4. ലോക ബഹിരാകാശ വാരം എന്നാണ്? ഉത്തരം ഒക്ടോബർ 4 മുതൽ 10 വരെ. ബഹിരാകാശത്തെത്തിയ ആദ്യ ഉപഗ്രഹമായ സ്പുട്നിക് 1 1957 ഒക്ടോബർ 4-നാണ് മുൻ സോവിയറ്റ് യൂണിയൻ വിക്ഷേപിച്ചത്. 1967 ഒക്ടോബർ 10-നാണ് അന്താരാഷ്ട്ര ബഹിരാകാശ സമാധാന ഉടമ്പടി ഒപ്പുവെച്ചത്. ഈ ദിവസങ്ങളുടെ സ്മരണാർത്ഥമാണ് 1999 മുതൽ ബഹിരാകാശ വാരാചരണം നടക്കുന്നത്. ഇന്ത്യൻ മഹാസമുദ്രത്തിൽ ബ്രിട്ടന്റെ കൈവശമായിരുന്ന ഏത് ദ്വീപ സമൂഹമാണ് മൗറീഷ്യസിന് കൈമാറാൻ തീരുമാനിച്ചത്? ഉത്തരം ചാഗോസ്. ഏകദേശം 60 ദ്വീപുകൾ ചേർന്നതാണ് ചാഗോസ്. ഇതിലെ ഏറ്റവും വലിയ ദ്വീപായ ഡിഗോ ഗാർഷ്യ ഒഴികെയുള്ള ദ്വീപുകളിൽ നിലവിൽ മനുഷ്യവാസമില്ല. ഡിഗോ ഗാർഷ്യ ബ്രിട്ടന്റെ ഉടമസ്ഥതയിൽ തുടരും. ഇവിടെ ബ്രിട്ടന്റെയും യുഎസിന്റെയും സംയുക്ത നിയന്ത്രണത്തിൽ നാവിക വ്യോമ താവളം പ്രവർത്തിക്കുന്നു. 1965-ൽ കോളനിയായിരുന്ന മൗറീഷ്യസ് സ്വതന്ത്രമായ വേളയിലാണ് ചാഗോസ് ദ്വീപുകളുടെ ഉടമസ്ഥാവകാശം ബ്രിട്ടൻ ഏറ്റെടുത്തത്. ഇന്ത്യയുടെ വിദേശനാണ്യ കരുതൽ ശേഖരം അടുത്തിടെ ആദ്യമായി എത്ര കോടി ഡോളറാണ് പിന്നിട്ടത്? ഉത്തരം 70,000 കോടി. 2024 സെപ്റ്റംബർ 27-ന് അവസാനിച്ച ആഴ്ചയിൽ 70.4885 കോടി ഡോളറായിരുന്നു. വിദേശനാണ്യ കരുതൽ ശേഖരം 70,000 കോടി ഡോളർ പിന്നിടുന്ന ലോകത്തിലെ 4ാമത് രാജ്യമാണ് ഇന്ത്യ. ചൈന, ജപ്പാൻ, സ്വിറ്റ്സർലൻഡ് എന്നീ രാജ്യങ്ങളാണ് മുന്നിലുള്ളത്. ഇന്ത്യൻ നാവികസേനയുടെ സമുദ്ര പരിക്രമണ ദൗത്യമായ നാവിക സാഗർ പരിക്രമ 2 ഒക്ടോബർ 2-ന് എവിടെ നിന്നാണ് ആരംഭിച്ചത്? ഉത്തരം ഗോവയിലെ INS മണ്ഡോവിയിൽ നിന്ന്. INSV തരിണയിൽ നാവികസേനയിലെ ലഫ്റ്റനന്റ് കമാൻഡർമാരായ കെ ദിൽന, എ രൂപ എന്നിവരാണ് യാത്രികർ. കാറ്റിന്റെ സഹായത്തോടെ 21,600 നോട്ടിക്കൽ മൈൽ പായക്കപ്പലിൽ സഞ്ചരിക്കുന്ന ഇവർ 8 മാസം നീളുന്ന യാത്രയ്ക്ക് ശേഷം 2025 മെയ്യിൽ മടങ്ങിയെത്തും. സമുദ്രത്തിലെ 3 മഹാമുനമ്പുകളായ കേപ്പ് ല്യൂവിൻ, കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പ്, കേപ്പ് ഹോൺ എന്നിവ പിന്നിടും. വനിതാ സേനാ അംഗങ്ങളുടെ നേതൃത്വത്തിലുള്ള 2ാമത്തെ പര്യടനമാണിത്. 2017-ൽ നടന്ന നാവിക സാഗർ പരിക്രമയിൽ 6 വനിതാ സേനാ അംഗങ്ങളുടെ സംഘം ലോകം ചുറ്റിയിരുന്നു. ഇതോടെ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയ പോയിന്റ്സ് ഒക്കെ ഡിസ്കസ് ചെയ്തിരിക്കുന്നു. ബാക്കിയുള്ള പോയിന്റ്സ് അടുത്ത വീഡിയോയിൽ ഉൾപ്പെടുത്താം. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുകയാണെങ്കിൽ ദയവായി ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യുക. താങ്ക് യു.